ഫൈനലി OTP കൊടുത്തിട്ട് എൻ്റെ പേപ്പർ കിട്ടി. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ചെറിയൊരു മിനി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇന്നലെ ഞാൻ സിവിൽ സ്റ്റേഷൻ ആർടി ഓഫീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സൈറ്റ് ബിസി ആയത് കാരണം എനിക്ക് ഒന്നും നടന്നില്ല. മീൻസ് OTP ഒന്നും കിട്ടിയില്ല. OTP കിട്ടിയാലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ കേട്ടോ. അതിന് OTP കിട്ടിയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് എന്താ നെക്സ്റ്റ് മോർണിംഗ് വരാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ നെക്സ്റ്റ് മോർണിംഗ് വന്നിട്ടോ. പക്ഷേ ഈ നെക്സ്റ്റ് മോർണിംഗ് തിരക്കുണ്ടായിരുന്നു. പക്ഷേ OTP പെട്ടെന്ന് കിട്ടിയിട്ടും അവർ അയച്ചതും അപ്പം തന്നെ നമുക്ക് OTP കിട്ടി. എന്നിട്ട് നമുക്ക് നമ്മുടെ MVDൻ്റെ പേപ്പർ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം അവിടുന്ന് OTP വാങ്ങിയ ശേഷം ഇവിടെ പോകുമ്പോൾ വിചാരിക്കും ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ തിരക്കിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് നമ്മുടെ കിട്ടിയ ഫോം കൊടുത്തു. പിന്നെ വേഗം ഒന്ന് പുറത്ത് വന്നാൽ മതി എന്നൊരു മൈൻഡ് സെറ്റ്. കാരണം അത്രയ്ക്കും തിരക്ക്. ഗവൺമെൻറ് ഓഫീസ് നോർമൽ ഇങ്ങനെ തന്നെയാണല്ലോ, ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ ഒരു പേപ്പർ മിസ്സായി വീണ്ടും നമുക്ക് പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് സിന്ധു കൂൾ ബാറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ പാലക്കാടിലെ ഫേമസ് ആണ്. നല്ലൊരു ഗ്രേപ്പ് ജ്യൂസൊക്കെ കിട്ടും ഇവിടെ. അപ്പോൾ ഞാൻ അവിടെ സീറ്റ് ഒന്നും ഇല്ലാണ്ട് ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആ സീറ്റിലായിരുന്നു ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എപ്പോഴാണ് സീറ്റ് കിട്ടുകയാണെങ്കിൽ നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ 2 ലെമൺ ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചത്. എപ്പോഴും ഈ കടയിൽ മീൻസ് ഈ ഒരു ഷോപ്പിൽ എപ്പോഴും തിരക്കായിരിക്കും. കാരണം ഇവിടെ ഗ്രേപ്പ് ജ്യൂസാണ് ഫേമസ്. കാരണം ആ തോലി കളഞ്ഞിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ. ഞാൻ എപ്പോഴും അതാണ് കുടിക്കാറ്. പിന്നെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റേ ലെമൺ ആണ് വാങ്ങിച്ചത്. ലെമൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ജ്യൂസൊക്കെ മീൻസ് ലെമൺ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും എനിക്കൊരു ഇവിടെ വന്നൊരു ഹോബി എന്ന് പറയുന്നത് വെയിറ്റ് നോക്കണമെന്നാണ്. എനിക്ക് വെയിറ്റ് നോക്കുമ്പോൾ ഒരു സമാധാനം. ഞാൻ എപ്പോൾ ഇവിടെ ജ്യൂസ് കുടിക്കാൻ വരുമോ അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കും. അപ്പോഴേ ഓക്കെ വെയിറ്റ് കുറഞ്ഞോ നോക്കും. പക്ഷെ കുറേയിട്ടുണ്ടാവില്ല. ഇപ്പോൾ വരുമ്പോൾ സെയിം വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെന്താ അത് മെഷീൻ എന്തെങ്കിലും കേടാന്ന് വിചാരിക്കും. കാരണം ഞാൻ നേപ്പാളിൽ വന്ന സമയത്തും ഈ ഒരു വെയിറ്റ് തന്നെയായിരുന്നു എനിക്കല്ല. നേപ്പാളിൽ നോക്കുമ്പോൾ 64 ആയിരുന്നു കേട്ടോ. ഇവിടെ 65 ഇട്ടാ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് 2 പ്രാവശ്യം നോക്കി, അപ്പോഴും 65 തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ ലുലു മാളിൽ പോയി. കാരണം എൻ്റെ 2 ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരിന് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ലുലു മാളിൽ പോയി. ആക്ച്വലി ഞാൻ പ്ലാൻഡ് ആയിരുന്നില്ല കേട്ടോ, അൺപ്ലാൻഡ് ആയിരുന്നു. കാരണം ഞാൻ ചോദിച്ചത് എവിടെയാടി ചോദിച്ചപ്പോൾ അവർ നോക്കി ഞങ്ങൾ ലുലുലുണ്ട്, ലുലു വായോ എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഞാൻ ലുലുൽ വിട്ടു. അപ്പോൾ ഇതെൻ്റെ 2 ഫ്രണ്ട്സാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പേര് അക്സിയും, ഒരു ഫ്രണ്ട് പേര് മാലിന്യായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഗേൾസ് എപ്പോഴേ ചേർന്നാൽ പിന്നെ നമുക്ക് പിടിച്ച കിട്ടില്ലല്ലോ. ഞങ്ങൾ നേരെ പോയത് എല്ലാ ഗേൾസും റെസ്റ്റ് റൂമിൽ പോയ ശേഷം നമുക്ക് മേക്കപ്പ് ഇടുക. ഞാൻ വെയിലത്ത് ഫുള്ള് വന്ന സ്ഥിതിക്ക് എൻ്റെ മേക്കപ്പൊക്കെ പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇടാന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ എപ്പോഴും ഗേൾസ് ഇടുന്നത് ലിപ്സ്റ്റിക് ആൻഡ് മുടി ഹെയർ ശരിയാക്കണതാണ്. അപ്പോൾ ആ പിള്ളേരും അവരും മെല്ലെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവർക്ക് മിററൊന്നും മാറുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വേഗം റെഡി ആയ ശേഷം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ഉള്ളിൽ പോയിട്ട് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. ഞാൻ അത് വീഡിയോസ് ഒന്നും എടുത്തില്ല. ബട്ട് എൻ്റെ ഒരു ഫാൻ എന്ന് പറഞ്ഞു, മീൻസ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് പിക്സൊക്കെ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഓക്കെ, ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. കാരണം നമ്മൾ അറിഞ്ഞിട്ട് 2 പേര് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, നമ്മളീ 2 പേര് അറിയുന്നല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഐ എം വെരി ഹാപ്പി. പിന്നെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് അതൊക്കെ കണ്ടിട്ട് ഓക്കെ എൻജോയ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ സോന ഫേമസ് ആയിന്ന് അങ്ങനെ പറഞ്ഞ് എന്നെ എന്താ പറയുക ഉസുപ്പേത്തുക പാടില്ല തമിഴിൽ. മലയാളത്തിൽ എനിക്കറിയില്ല, തമിഴിൽ ഉസുപ്പേത്തിന് പോലെ ഓക്കെ സോന ഫേമസ് ആയി പറഞ്ഞ് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡും ഞങ്ങൾ എന്തെന്നറിയോ വാങ്ങിച്ചത്, ചിക്കൻ സ്പ്രിംഗ് റോൾ ആൻഡ് എഗ് മറ്റേ മുട്ട ബോണ്ട ആൻഡ് ഞങ്ങൾ 2 സമോസ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കോഫി വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മൾ സ്ലൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേര് ചേഴ്സ് വെച്ചിട്ടാണ് കുടിക്കുന്നത്. ഒരാൾ വിട്ട് വീണ്ടും പിന്നെ ഞങ്ങൾ പിസ്സ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം സെയിം തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്, വെറുതെ വെറുപ്പിക്കേണ്ട വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.